നമസ്കാരം. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോകളെക്കുറിച്ച് ഞാൻ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് SIP. SIPയെക്കുറിച്ച് അറിയാത്തവർ ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ SIP ആർക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ ആർക്കൊക്കെയാണ് SIP ഗുണകരമാവുന്നത്, എവിടെ നിന്നാണ് SIP പർച്ചേസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായും കാണുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത തുക, അത് എത്രയും ആവാം, നിങ്ങൾക്ക് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും. ഇപ്പോൾ 500 രൂപ മുതൽ SIP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു നിശ്ചിത കാലയളവിൽ നിക്ഷേപിക്കുന്നതാണ് SIP എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2000 റുപ്പീസാണ് എല്ലാ മാസവും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും 2000 രൂപ വെച്ച് അടുത്ത 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ അങ്ങനെ ഒരു നിശ്ചിത കാലയളവിൽ നിക്ഷേപിക്കുക എന്നത് മാത്രമാണ് SIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SIP മ്യൂച്വൽ ഫണ്ടിലാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള SIP നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിക്ഷേപിക്കാം. ഒന്നുകിൽ എല്ലാ മാസവും നിക്ഷേപിക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നിക്ഷേപിക്കാം. ഇപ്പോൾ ദിവസേന നിക്ഷേപിക്കുന്ന പദ്ധതി വരെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 500 രൂപ മുതൽ നമുക്ക് SIP നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് എത്രയാണോ ഒരു മാസം അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത്, അത് സ്ഥിരമായി ആ എമൗണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2000 രൂപയാണെങ്കിൽ 2000 രൂപ തന്നെ എല്ലാ മാസവും നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ 5000 രൂപയാണെങ്കിൽ എല്ലാ മാസവും 5000 രൂപ തന്നെ നിക്ഷേപിക്കണം. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, SIP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും അക്കൗണ്ടിലൂടെ ഓട്ടോ പേ ആയിട്ടാണ് ഡിഡക്റ്റിന് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിന് നമ്മുടെ SIP ഓട്ടോമാറ്റിക്കായി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു തുക എപ്പോഴും നമ്മളുടെ സേവിങ് അക്കൗണ്ടിൽ, നമ്മുടെ ഏത് അക്കൗണ്ടിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിൽ കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ആർക്ക് വേണമെങ്കിലും SIPയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്ന കാലത്തോ നിങ്ങളത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഉചിതം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കാറ്റഗറിയിലേക്കാണ് SIP ഗുണകരമാവുന്നത്. അതായത് ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ 20 വർഷത്തേക്കോ കാലയളവിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാലാണ് SIPയിൽ കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നേട്ടം ഇല്ല എന്ന് പറയുന്നില്ല. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നേട്ടമുണ്ടാകും. പക്ഷേ ഏറ്റവും നല്ലത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുമ്പോഴും ആണ്. നമ്മൾ എവിടെ നിന്നാണ് SIP പർച്ചേസ് ചെയ്യേണ്ടത്? നമുക്ക് ഇന്ത്യയിൽ പലതരം ഒട്ടനവധി AMCs ഉണ്ട്. AMCs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൽ നിന്ന് നമുക്ക് നേരിട്ട് SIPs പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ AMC എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദിത്യ ബിർള, HDFC മ്യൂച്വൽ ഫണ്ട്, റിലയൻസ് മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള AMCs നിലവിലുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് നേരിട്ട് അവരുടെ ഓഫീസിൽ ചെന്നിട്ട് തന്നെ നമുക്ക് SIPs പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് SIPs ചൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ നിന്നും SIPs ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും അവർക്കൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അതായത് SIPs നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SIPസോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ലോങ് ടേം അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമുക്ക് നിറവേറ്റാനുള്ളത്, അല്ലെങ്കിൽ അടുത്ത 15 വർഷത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടണം, ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യേണ്ടത്. അതിലേറ്റവും മികച്ചതാണ് SIP എന്ന് പറയുന്നത്. SIPയിൽ തന്നെ പലതരത്തിലുള്ള ഫണ്ടുകൾ ഇന്ന് നിലവിലുണ്ട്. അത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ കുറവായിട്ടുള്ള ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഹൈബ്രിഡ് ഫണ്ടുകളും ഇക്വിറ്റി ഫണ്ടുകളും അങ്ങനെ പലതരം കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു SIP ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് കറക്റ്റായി മനസ്സിലാക്കി അത് നിങ്ങൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. SIPs സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്ന് പറയാം. SIPs എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും കട്ടായി പോവുകയാണ്. അപ്പോൾ നമുക്കൊരു സേവിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നല്ല SIPs ഒക്കെ അത്യാവശ്യം നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 12 മുതൽ 15% വരെ ഇൻട്രസ്റ്റ് റേറ്റ് റിട്ടേൺ നമുക്ക് കിട്ടുന്നു എന്നർത്ഥം.
നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ SIP എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യണം. നിങ്ങൾ പലതരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മേടിക്കുന്നുണ്ടാവും, അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ റെക്കറിംഗ് ഡെപ്പോസിറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് SIP. കാരണം ലോങ് ടേമിൽ നിങ്ങൾക്കിത് ഗുണകരം തന്നെയായിരിക്കും. പലരും പറയാറുണ്ട് SIPs റിസ്ക് ഉണ്ട് എന്നുള്ളത്. റിസ്ക് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല പ്ലാൻ, നമുക്ക് ആ ഉചിതമായിട്ടുള്ള പ്ലാൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിട്ടേൺസ് നമുക്കിതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.